നമസ്കാരം. നിരണം തെക്കുഭാഗം സെന്റ് മേരീസ് ചാപ്പലിന്റെയും സൺഡേ സ്കൂളിന്റെയും ശതോത്തര രജത ജൂബിലി ആഘോഷം ജൂലൈ 26-27 തീയതികളിൽ നടക്കും. വിശുദ്ധ മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ നിരണം സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവകയിൽപ്പെട്ട നിരണം തെക്കുംഭാഗം സെന്റ് മേരീസ് ചാപ്പലിന്റെയും സൺഡേ സ്കൂളിന്റെയും ശതോത്തര രജത ജൂബിലി ആഘോഷമാണ് ജൂലൈ 26-നും 27-നും നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി പുതുതായി പണികഴിപ്പിച്ച മദ്ബഹയുടെയും കുരിശിൻ തൊട്ടിയുടെയും കൂദാശയും നടക്കും. 26 ഉച്ചയ്ക്ക് 3:30 നിരണം വലിയ പള്ളിയിൽ നിന്നും ചാപ്പലിലേക്ക് ദീപശിഖ പ്രയാണം നടക്കും. 5 മണിക്ക് നടക്കുന്ന കൂദാശയ്ക്ക് ഓർത്തഡോക്സ് സഭ സുനഹദോ സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കും. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണം നടക്കുമെന്ന് ജനറൽ കൺവീനർ ജോർജ് വർഗീസ് കാട്ടുപറമ്പിൽ അറിയിച്ചു. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ ഏകദേശം 125 വർഷക്കാലത്തിന് മുമ്പ് ആരംഭിച്ച ഒരു പ്രാർത്ഥനായോഗം, അതിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു സൺഡേ സ്കൂൾ അതിൻ്റെ ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒരു കുരിശടിയും ഒരു മധുബാഹായും നിർമ്മിക്കാൻ പ്രാർത്ഥനായോഗത്തിന് സാധിച്ചു. അതിൻ്റെ കൂദാശയാണ് നാളെ ശനിയാഴ്ച അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത നിർവഹിക്കുന്നത്. തുടർന്ന് ഞായറാഴ്ച വിശുദ്ധ കുർബാന വർഗീസ് ജോസഫ് അച്ഛൻ നിർവഹിക്കുന്നതാണ്. ആ വലിയ ഒരു സുദിനത്തിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ നാട്ടുകാർ. പള്ളിമണിയും ശംഖുനാദവും വാങ്കുവിളിയും ഒന്നിച്ചു കേൾക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുകയാണ്. 27 രാവിലെ 7 അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമ സുപ്പീരിയർ ഫാദർ വർഗീസ് ജോസഫ് വിശുദ്ധ കുർബാന നടത്തും. തുടർന്ന് സൺഡേ സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലിയും വിവിധ ആത്മീയ സംഘടനകളുടെയും വാർഷികവും നടക്കും. ജൂബിലി ആഘോഷം നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നമ്മ ജോർജ് ഉദ്ഘാടനം ചെയ്യും. നിരണം വലിയപള്ളി വികാരി ഫാദർ ഷിബു തോമസ് ആമ്പലൂർ അധ്യക്ഷത വഹിക്കും. നിരണം വലിയപള്ളി സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മുഖ്യപ്രഭാഷണം നടത്തും. നിരണം വലിയപള്ളി ട്രസ്റ്റി മോഹൻ എം ജോർജ് വർഗീസ് ചാലക്കാട്ടിൽ, സാംകുട്ടി, ജി മോഹൻ, സുജ സക്കറിയ, ജോർജ് വർഗീസ് കാട്ടുപറമ്പിൽ, പ്രമോദ് വി ജോൺ, മോൻസി ജോർജ് എന്നിവർ പ്രസംഗിക്കും. പരിപാടിയുടെ വിജയത്തിനായി അലക്സാണ്ടർ കുര്യൻ, ജോർജ് വർഗീസ്, ചെറിയാൻ പി ചെറിയാൻ, ജിമോൾ മോഹൻ മട്ടക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.